ഹായ് ഡേ ഫോർ ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്തത് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കടലമാവ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. കടലമാവ് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും കടലമാവ് അവൈലബിൾ ആയിരിക്കും. അപ്പം അത് വെച്ചിട്ട് എങ്ങനെ ഫേസ് പാക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആകെപ്പാടെ വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. കടലമാവ്, തൈര്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. വീട്ടിൽ തന്നെ ഉള്ള മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടാവില്ലേ, അല്ലാതെ മില്ലൊക്കെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല എരിവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം അവർ മുളക് പൊടിച്ച മില്ലായിരിക്കും മഞ്ഞൾ പൊടിക്കുക. അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞളുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ നാടൻ മഞ്ഞൾ തന്നെ ഇതാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സ്വാഗതം. അങ്ങനെ നമ്മൾ കടലമാവ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് വേണ്ട 3 ഐറ്റേ ആവശ്യമുള്ളൂ. കടലമാവ്, തൈര്, നല്ല കട്ട തൈരിനെ എടുക്കാൻ നോക്കണം കേട്ടോ. നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈര് എടുക്കുന്നത്. കടലമാവ്, തൈര്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കുക. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത്രയും ബെറ്റർ. വീട്ടിൽ തന്നെ ഉടക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല മുഖത്ത് പരട്ടാൻ പാകത്തിന് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കുണ്ടല്ലോ പിറ്റേ ദിവസം കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പം നാളെ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ നമ്മൾക്ക് ഫേസിൽ ഫീൽ ചെയ്യും. പിന്നെ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ വീക്ക്ലി ത്രൈസോ അല്ലെങ്കിൽ വീക്ക്ലി ഒരു 2-3 ദിവസമെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്ലോ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റും. ഞാനപ്പം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്താലും ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം മുഖത്തും കഴുത്തിലും കണ്ണിലാവാതെ നോക്കണേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മാക്സിമം കണ്ണിലാവാതെ നോക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് എന്താണെന്നുള്ളത് ലാസ്റ്റ് കാണിക്കാം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം മാത്രം അങ്ങനെ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേസിൽ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും കഴുത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയോട് തുടച്ചെടുക്കുകയോ ചെയ്താൽ മതി. വ്യത്യാസം എന്താണെന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പം നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് വരാം. വാഷ് ചെയ്യുക അല്ലെങ്കിൽ തുടക്കുകയോ ചെയ്താൽ മതി. ഞാൻ എന്തായാലും പോയിട്ട് വാഷ് ചെയ്ത് വരാം. വാഷ് ചെയ്ത് വന്നിട്ട് നമുക്ക് അപ്പോൾ ഇതാ നമ്മൾ വാഷ് ചെയ്ത് വരികയാണ്. വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ മുഖം കാണുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇപ്പോഴും തമ്മിൽ നല്ല വ്യത്യാസം തോന്നുന്നില്ലേ? അപ്പം മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.